ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ സെയിൽ ഓഹരികൾ കുറയാനുള്ള കാരണങ്ങൾ. 1. അന്താരാഷ്ട്ര ഇരുമ്പയിര് വിലയിടിവ്. ആഗോളതലത്തിൽ ഇരുമ്പ്, ഉരുക്ക് വിലകൾ കുറയുകയാണെങ്കിൽ സെയിൽ ഓഹരികളുടെ വരുമാനം കുറയും, ഇത് ഓഹരി വിലയെ ബാധിക്കും. 2. ഉയർന്ന കടം. സെയിലിന്റെ കടബാധ്യത ഉയർന്നതായതിനാൽ പലിശ ചെലവുകൾ മൊത്തലാഭം കുറയ്ക്കും. 3. അന്താരാഷ്ട്ര മത്സരം. അന്താരാഷ്ട്ര സ്റ്റീൽ ഉൽപ്പാദകരിൽ നിന്ന് കടുത്ത മത്സരം നേരിടുക. വിലകൾ നിയന്ത്രിക്കാൻ കഴിയാത്തതിനാൽ ഇത് ഒരു വെല്ലുവിളി ഉയർത്തുന്നു. 4. വികസിപ്പിക്കാത്ത തുറമുഖങ്ങൾ. ചിലപ്പോൾ സെയിലിന്റെ ഉൽപ്പാദന, വിതരണ പദ്ധതികൾ വൈകും, ഇത് വിൽപ്പനയെയും വരുമാനത്തെയും ബാധിക്കുന്നു. 5. വിപണി സാഹചര്യങ്ങൾ. ആഗോള സമ്പദ്വ്യവസ്ഥയിലും ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഉണ്ടാകുന്ന ഏതൊരു കാലതാമസവും സെയിലിനെ നേരിട്ട് ബാധിക്കും. 6. സങ്കീർണമായ പ്രവർത്തനങ്ങൾക്ക് മുമ്പുള്ളത്. സെയിലിന് ഉയർന്ന ഉൽപ്പാദന പ്രവർത്തനങ്ങളും പരിപാലന ചെലവുകളും അതിന്റെ മൊത്തത്തിലുള്ള ലാഭക്ഷമതയെ ബാധിക്കുന്നു. 7. ഉയർന്ന ശേഷി, കുറഞ്ഞ ഡിമാൻഡ്. സ്റ്റീൽ ഉത്പാദനം കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറവാണെങ്കിൽ വിൽപ്പനയെ ബാധിക്കും. 8. കേന്ദ്ര സർക്കാരിന്റെ നയമാറ്റങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ നികുതി, ആഭ്യന്തര, ഇറക്കുമതി നയങ്ങളിലെ മാറ്റങ്ങൾ സെയിലിന്റെ വരുമാനത്തെ നേരിട്ട് ബാധിക്കും. 9. മൂലധന ചെലവുകൾ, കാപ്പെക്സ്. സെയിലിന് ഭീമമായ മൂലധന ചെലവ് ഓഹരിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തും. 10. വിലക്കയറ്റം. ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ കോക്ക്, ഇരുമ്പയിര് വിലയിലെ വർധനവ് മൊത്തം ചെലവ് വർദ്ധിപ്പിക്കുകയും ലാഭം കുറയ്ക്കുകയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളിൽ നിക്ഷേപകർ എപ്പോഴും ഉചിതമായ ഗവേഷണം നടത്തുകയും വിപണി സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പ്രവർത്തിക്കുകയും വേണം. 1. സെയിൽ സ്റ്റോക്കിന്റെ ഭാവി, അത് കൊടുമുടിയെ മറികടക്കുമോ? നമുക്ക് ചുരുക്കത്തിൽ കണ്ടെത്താം. 2. ആഗോള സ്റ്റീൽ വില ഉയർന്നാൽ സെയിൽ ഓഹരികളുടെ മൂല്യവും ഉയരാൻ സാധ്യതയുണ്ട്. ഉരുക്ക് വ്യവസായത്തിന്റെ അന്താരാഷ്ട്ര സ്ഥിതി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 3. സെയിലിന്റെ ത്രൈമാസ ഫലങ്ങൾ. അതിന്റെ ഓഹരി മൂല്യത്തിൽ അവ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഏറ്റവും പുതിയ സാമ്പത്തിക റിപ്പോർട്ടുകൾ നോക്കൂ. 4. കേന്ദ്ര സർക്കാർ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ. ഇത് സെയിൽ ഓഹരികൾക്ക് വലിയൊരു പിന്തുണയാകും. ഗ്രാന്റുകളും നയങ്ങളും കാണുക. 5. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും കേന്ദ്ര സർക്കാർ പിന്തുണ. സ്റ്റോക്ക് ഉയരുന്നതിന് സെയിൽ ഒരു പ്രേരകശക്തിയായിരിക്കും. 6. ചൈനയുടെ ഉരുക്ക് ഉൽപ്പാദനവും അന്താരാഷ്ട്ര നയങ്ങളും. ഇത് സെയിൽ ഓഹരികളുടെ മൂല്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. 7. വിവരങ്ങൾ ഉപയോഗിച്ച് നിക്ഷേപിക്കുക. സാങ്കേതികവും അടിസ്ഥാനപരവുമായ വിശകലനം മറക്കരുത്. CETA കോൾ ടു ആക്ഷൻ. കണ്ടെത്താൻ സെയിൽ ഓഹരികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. സ്റ്റോക്കിന്റെ നിലവിലെ അവസ്ഥയും ഭാവി വികസനവും നമുക്ക് നോക്കാം. 1. സെയിൽ സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ വില 107 രൂപ 10 പൈസ ആണ്. മുൻ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 2.54% കുറവാണിത്. കഴിഞ്ഞ മാസം ഓഹരി വില 7.75% കുറഞ്ഞു. 2. കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി. 2024 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തേക്ക് സെയിൽ 1,06,445 കോടി രൂപയുടെ സംയോജിത വരുമാനം റിപ്പോർട്ട് ചെയ്തു. ഇത് 3,066 രൂപ കോടിയുടെ അറ്റാദായവും നേടി. സെപ്റ്റംബർ പാദത്തിലെ വരുമാനം 24,842 രൂപ കോടിയും ലാഭം 897 രൂപ കോടിയുമായിരുന്നു. 4. സമീപകാല സംഭവവികാസങ്ങൾ. 2024 നവംബറിൽ ഹരിത സാങ്കേതികവിദ്യകൾ നടപ്പിലാക്കുന്നതിനായി സെയിൽ ജോൺ കോക്കറിൽ ഇന്ത്യയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. കമ്പനിയുടെ സുസ്ഥിര വളർച്ചയ്ക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണിത്. ഡബിൾ കോട്ട്. 5. സ്റ്റോക്ക് മൂല്യനിർണ്ണയങ്ങൾ. സെയിൽ ഷെയർ. PE അനുപാതം 17.96. PB അനുപാതം 0.79. അത് 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വില 175 രൂപ 35 പൈസ. ഏറ്റവും കുറഞ്ഞ തുക 99 രൂപ 66 പൈസ ആണ്. സ്റ്റോക്ക് ഡാറ്റ എപ്പോഴും നിരീക്ഷിക്കുക. 6. പ്രവചനവും നിഗമനവും. ICICI ഡയറക്ട് കണക്കുകൾ പ്രകാരം 2025 ആകുമ്പോഴേക്കും നിഫ്റ്റി 28,800 പോയിന്റിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വികസനത്തിൽ സെയിൽ ഓഹരികൾക്കും നല്ല അവസരം ലഭിച്ചേക്കാം. നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാങ്കേതികവും അടിസ്ഥാനപരവുമായ വിശകലനം നടത്തുക. സെയിൽ ഓഹരികൾ ശ്രദ്ധിക്കുക. മികച്ച നിക്ഷേപ പരിജ്ഞാനം നേടുക. സെയിൽ ഓഹരികൾ വാങ്ങാനുള്ള 10 പ്രധാന കാരണങ്ങൾ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ സെയിൽ, ഇന്ത്യയിലെ മുൻനിര സ്റ്റീൽ ഉൽപ്പാദകരാണ്. ഇന്ന് ഈ ഓഹരികൾ വാങ്ങാനുള്ള 10 പ്രധാന കാരണങ്ങൾ നോക്കാം.
1. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം. ഇന്ത്യയിലെ മെഗാ പദ്ധതികളും ഉയർന്ന നിലവാരമുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഇരുമ്പ്, ഉരുക്ക് മേഖലയ്ക്കുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നു. ഇത് സെയിലിന്റെ വളർച്ച ഉറപ്പാക്കി. 2. അന്താരാഷ്ട്ര ഇരുമ്പയിര് വില ഉയരുന്നു. ആഗോള ഇരുമ്പിന്റെ വിലയിലെ വർധനവ് സെയിലിന്റെ വരുമാനവും വർദ്ധിപ്പിക്കുന്നു. 3. കേന്ദ്ര സർക്കാർ പിന്തുണ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും സാമ്പത്തിക പിന്തുണയും സെയിലിന്റെ വളർച്ചയ്ക്ക് ഒരു അനുഗ്രഹമാണ്. 4. ഉയർന്ന ഉൽപ്പാദനക്ഷമത. സെയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപ്പാദകരാണ്, അതിന്റെ ഉൽപ്പാദനശേഷി മറ്റ് കമ്പനികളെ മറികടക്കുന്നു. 5. മൂല്യനിർണ്ണയം. സെയിൽ ഓഹരിയുടെ ഇപ്പോഴത്തെ വില നിക്ഷേപകർക്ക് ഒരു മികച്ച അവസരമാണ്. 6. മികച്ച സ്റ്റോക്ക് പോർട്ട്ഫോളിയോ. സെയിലിന്റെ മികച്ച വരുമാനവും നന്നായി കൈകാര്യം ചെയ്യുന്ന പോർട്ട്ഫോളിയോയും അതിനെ ഒരു നല്ല നിക്ഷേപമാക്കി മാറ്റുന്നു. 7. ഇലക്ട്രിക് വാഹനങ്ങളുടെ വികസനം. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വളർച്ച സ്റ്റീലിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കും, ഇത് സെയിലിന്റെ വരുമാനത്തിന് കാരണമാകും. 8. നിക്ഷേപകർക്കുള്ള ഓഫറുകൾ. നിക്ഷേപകർക്ക് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്യുന്നതിനാൽ സെയിൽ ഒരു മികച്ച നിക്ഷേപമാണ്. 9. സ്വകാര്യവൽക്കരണ അവസരം. സെയിലിൽ സ്വകാര്യവൽക്കരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 10. പ്രധാന ESG പരിഗണനകൾ. ESG പരിസ്ഥിതി, സാമൂഹിക, ഭരണം മേഖലയിലെ സെയിലിന്റെ പ്രകടനം അതിന്റെ നിലവാരം കൂടുതൽ ഉയർത്തുന്നു. സെയിൽ ഓഹരികൾ വാങ്ങുന്നതിനുള്ള 10 കാരണങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു. നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗവേഷണം നടത്തി നിങ്ങളുടെ വളർച്ചയ്ക്ക് ശരിയായ തീരുമാനം എടുക്കുക. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.